മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിമാൻഡിൽ കഴിയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പലതവണ ജാമ്യാപേക്ഷ നൽകി, പക്ഷേ അതെല്ലാം തള്ളുകയായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. റിമാൻഡിലായി 18ാം ദിവസമാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ആദ്യ 2 പരാതികളിൽ കോടതിയുടെ സംരക്ഷണം ഉണ്ടായിരുന്നു. നോ അറസ്റ്റോ അതുപോലെ തന്നെ മുൻകൂർ ജാമ്യവും ആദ്യ 2 കേസിലും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പീഡന പരാതിയിലാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി റിമാൻഡിൽ വിടുകയും ചെയ്തത്. 18 ദിവസം പിന്നിടുന്നു രാഹുലിന്റെ ജയിൽവാസം. ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇന്നേക്ക് വിധി പറയാനായി മാറ്റുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്. റിമാൻഡിലായി 18ാം ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുന്നത്. ഈ പീഡന പരാതിക്ക് പുറമെ തന്നെ മറ്റ് 2 പരാതികൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട്. വിഷ്ണു വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, ജാമ്യം ലഭിച്ചിരിക്കുകയാണ്, വിശദാംശങ്ങൾ. 18 ദിവസത്തെ ജയിൽവാസത്തിനൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത്. പത്തനംതിട്ട സെക്ഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത്. രാഹുലിനെ 14 ദിവസത്തേക്ക് കൂടി തിരുവല്ല ഫസ്റ്റ് ക്ലാസ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ആദ്യ റിമാൻഡ് കാലാവധി ശനിയാഴ്ച പൂർത്തിയായതോടെ SIT നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും ജയിലിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായത്. വിദേശത്ത് സ്ഥിരതാമസമാക്കിയ കോട്ടയം സ്വദേശിയെ ബലാത്സംഗം ചെയ്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലായിട്ടാണ് 2 ആഴ്ചക്കാലം പിന്നിട്ടത്. ഇപ്പോൾ പ്രതിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അഭിഭാഷകർ ഹാജരാക്കിയ ശബ്ദ സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ ആണ് നിർണായകമായത്. ഈ ശബ്ദ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിശോധിച്ചു. ഇതിൽ ശാസ്ത്രീയ തെളിവ് ഉൾപ്പെടെ വേണമെന്നുള്ള പ്രോസിക്യൂഷൻ വാദമൊക്കെ തള്ളി കോടതി ശബ്ദ സന്ദേശം നിലവിലെടുക്കുകയായിരുന്നു. ആ ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. 18 ദിവസത്തെ കാലാവധിയാണ് ജയിൽവാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുൻപായി ഇതുപോലെ തിരുവല്ല കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ തള്ളിയത്. തുടർന്ന് അദ്ദേഹം പത്തനംതിട്ട ഡിസ്ട്രിക്ട് സെക്ഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. പത്തനംതിട്ട സെക്ഷൻസ് കോടതി കഴിഞ്ഞ വിഷ്ണുവിലേക്ക് വരാം. എന്തായാലും 18 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. രാഹുലിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഉത്തരവ് തന്നെയാണ് ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ പീഡന പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ റിമാൻഡിൽ വിട്ടിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ. 18 ദിവസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരുന്നു. അതിനുശേഷം ഇന്നേക്ക് വിധി പറയുകയായിരുന്നു. വിഷ്ണു തുടരുന്നുണ്ട്. വിഷ്ണു, ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണോ ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ജില്ലാ കോടതിയിൽ ഒരു ശബ്ദ സന്ദേശം ഹാജരാക്കിയിരുന്നു. പക്ഷേ ഇതിന്റെ ശാസ്ത്രീയ തെളിവ് അടക്കം ഉണ്ടാകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. പക്ഷേ ആ വാദത്തെ എല്ലാം കൊണ്ടാണ് പത്തനംതിട്ട കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം അനുവദിച്ചിരുന്നത്. തിരുവല്ല സെക്ഷൻസ് കോടതി ജാമ്യം നിഷേധിക്കുന്നു. തുടർന്ന് പത്തനംതിട്ട കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുൻപ് ശനിയാഴ്ചയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണനയിൽ എടുത്തിരുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ തെളിവുകൾ കിട്ടേണ്ടതുണ്ട്. മാത്രമല്ല ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടാവണം എന്നുള്ള പ്രോസിക്യൂഷൻ വാദത്തെ കോടതി അന്ന് കണക്കിലെടുത്തിരുന്നു. ഇതിനെയൊക്കെ തുടർന്നായിരുന്നു ഇന്നത്തേക്ക് രാഹുലിന്റെ വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചത്. പക്ഷേ ആ ശബ്ദ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കോടതി പ്രത്യേക നിലപാടെടുത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. ഇനിയും തുടർ നടപടികളുണ്ട്. ഇനിയും കോടതിയിൽ നിന്ന് ഓർഡർ ഉൾപ്പെടെ പുറത്തിറങ്ങേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പിന്നീടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സെക്ഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു എന്ന വാർത്തയാണ് പുതിയതായി വെളിവരുന്നത്. ശരി, ജാമ്യാപേക്ഷ അതിൽ വാദം നടന്നപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷൻ എതിർത്തുകൊണ്ട് ചൂണ്ടിക്കാട്ടിയത് വിഷ്ണു?
രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ ഈ പറയുന്ന പെൺകുട്ടി അപായപ്പെടുത്താനും അതുപോലെ സാക്ഷികളെ ഒക്കെ ഇല്ലാതാക്കാനും സാക്ഷികളും തെളിവുകളൊക്കെ നശിപ്പിക്കാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരുവിധ കാരണവശാലും ജാമ്യം നൽകരുതെന്നുള്ള വാദം പ്രോസിക്യൂഷൻ മുൻപോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ കേസ് നൽകിയ യുവതി വിദേശത്തായതിനാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും സന്ദർഭം ഉണ്ടാകില്ല എന്ന് കോടതി പ്രത്യേകം നിരീക്ഷിക്കുകയായിരുന്നു. ഈ കേസ് നൽകിയിരിക്കുന്ന യുവതി വിദേശത്താണ്, അതുകൊണ്ട് ആളിനെ അപായപ്പെടുത്താൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ വാദം കോടതി കണക്കെടുത്തു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഹാജരാക്കിയ ശബ്ദ സന്ദേശങ്ങളാണ് കൂടുതൽ നിർണായകമായത്. കോടതി അത് ഗൗരവമായി തന്നെ പരിഗണിക്കുകയായിരുന്നു.